എനിക്ക് പീരീഡ്സ് ആയത് മുതൽ 4-5 ദിവസത്തോളം പീരീഡ്സ് പെയിൻ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കഠിനമായ വയറുവേദന കൊണ്ട് കോഴിക്കോടുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഞാൻ കയറി ഡോക്ടേഴ്സിനെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. അവരെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, പെയിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അവരെന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. ആ 4-5 ദിവസം ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പോലും അറിയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായി ഞാൻ പെയിൻ കൊണ്ട് അവിടെ കരഞ്ഞ് തളർന്ന് 4-5 ദിവസം ഞാൻ കിടക്കയിൽ നെണീക്കാതെയാണ് ഇരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ആ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തിരിച്ച് ഉടമ്പടിയെല്ലാം എടുത്ത് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മാതാവിനെ ഒന്ന് നോക്കി മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അമ്മേ അത് സൗഖ്യം തരാൻ പറ്റുമെങ്കിൽ അമ്മ ഒന്ന് തന്നേക്കാൻ ഈശോയോട് പറഞ്ഞേക്കണേ എന്നും പറഞ്ഞാണ് ഞാനിവിടെ ആ ഗേറ്റിനടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്ന് പോയത്. അങ്ങനെ ഞാൻ തിരിച്ച് ദുബായിലെത്തി ആ സമയത്ത് എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എനിക്ക് പെയിൻ ഉണ്ടാവാറുണ്ടെങ്കിലും കൃത്യം 7 ദിവസത്തിനുള്ള ആ പെയിന് ആ ദിവസത്തിനുള്ളിൽ എനിക്ക് പീരീഡ്സ് സ്റ്റോപ്പാവും. പക്ഷേ ആ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ എനിക്ക് 10 ദിവസത്തോളം ബ്ലീഡിങ് ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് അമ്മ 7 എന്നുള്ളത് 10 ആക്കിയല്ലോ, ഇനിയും ഞാൻ ഇങ്ങനെ വേദന സഹിച്ച് ഇനി 10 ദിവസം ബ്ലീഡിങ്ങും കൊണ്ട് നടക്കണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ആ ഒരു പ്രാവശ്യത്തോടു കൂടി പിന്നെ എനിക്ക് അങ്ങനെ ഒരു പീരീഡ്സ് പെയിൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ ആ മന്ത്ലി ഒരു 4-5 ഡേയ്സ് ടെററായ അമ്മ എങ്ങനെ ഇപ്പോൾ സൈലൻ്റായി? മാതാവാണല്ലോ എൻ്റെ അമ്മേനെ ഇങ്ങനെ ആക്കി തന്നത്. കാരണം അവർക്കൊക്കെ പേടിയായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ അടുത്ത് വരാൻ. ഞാൻ അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി, എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ഞാൻ നന്ദി ഇവിടെ പറഞ്ഞുകൊള്ളുന്നു.